നമസ്കാരം. ഗാസ വെടിനിർത്തൽ കരടുരേഖ ഹമാസ് അംഗീകരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം ഇസ്രായേൽ ഈ ഒരു കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 15 മാസം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കാൻ US മുൻകൈയെടുത്തു. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലാണ് കരടുരേഖയായത്. 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈഡൻ ഭരണകൂടം മധ്യസ്ഥതയിലേക്ക് ഇറങ്ങിയത്. ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ മോചിപ്പിച്ചേക്കും. ചർച്ചയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും അന്തിമ പദ്ധതിക്ക് ഇസ്രായേലി മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ബന്ദികളെ കൈമാറുന്നതിലും സേനാ പിന്മാറ്റത്തിനുമാണ് കരാറിന്റെ കരട് നിർദ്ദേശം. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾ ഏറെ നാളായി പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾ നിർണായക പുരോഗതി കൈവരിച്ചത്. യുദ്ധം തുടങ്ങി 15 മാസം പിന്നിടുമ്പോഴാണ് വെടിനിർത്തൽ കരാറിൽ തീരുമാനമാകുന്നത്. രാജ്യാന്തര സമൂഹത്തിന്റെ മേൽനോട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണവും കരാറിൽ പറയുന്നത് 3 ഘട്ടമായി ആകും വെടിനിർത്തൽ നടപ്പിലാക്കുക. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേൽ ആക്രമിച്ച് 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. 2023 നവംബറിൽ നടപ്പിലാക്കിയ വെടിനിർത്തൽ ഇടവേളയ്ക്കിടെ അതിൽ 80 പേരെ മോചിപ്പിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങും മുമ്പ് വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേരാൻ കഴിയുന്നത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയാണ്. ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ ചർച്ച സമാധാന ശ്രമത്തിന് ഗുണമായി എന്ന വിലയിരുത്തലുണ്ട്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ വെച്ചാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ പ്രസക്തിയും ഏറുകയാണ്. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയ ഖത്തറിനും ആശ്വസിക്കാം. എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ചുള്ള കരടുരേഖയ്ക്ക് മേൽ ഇനി ബന്ധപ്പെട്ട കക്ഷികളുടെ നിലപാടറിയിക്കുകയാണ് പ്രധാനം. ചർച്ചകൾ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് പ്രധാനമാണ്. ചർച്ചകളിൽ ഇടപെട്ട അമേരിക്ക, ഖത്തർ, ഹമാസ്, ഇസ്രായേൽ എന്നിവരാരും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിരുന്നില്ല. എന്നാൽ ചർച്ചകൾ വളരെ പോസിറ്റീവാണെന്നും സമാധാനത്തിലേക്ക് അകലം കുറഞ്ഞു വരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് ഘട്ടം ഘട്ടമായുള്ള സേനകളുടെ പിൻവാങ്ങൽ, ബന്ദികളുടെ കൈമാറ്റം, മാനുഷിക സഹായത്തിനായുള്ള കൂടുതൽ ഇടങ്ങൾ തുറക്കൽ എന്നിവയാണ് കരാറിലെ ധാരണയെന്നാണ് വിവരം. അതേസമയം ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിച്ചാൽ പകരം ഇസ്രായേൽ ജയിലിലുള്ള ഫലസ്തീനികളെയും മോചിപ്പിച്ചേക്കും. സംഘർഷ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഇപ്പോൾ നടത്തിവരുന്ന ചർച്ചകൾ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഖത്തറിനും അമേരിക്കയ്ക്കും ആശ്വസിക്കാം. അവർ നടത്തിവന്ന നടപടികളുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ ഇതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ചർച്ചകൾ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വളരെ പ്രധാനമായിരുന്നു. ചർച്ചകളിൽ ഇടപെട്ട അമേരിക്ക, ഖത്തർ, ഹമാസ്, ഇസ്രായേൽ എന്നിവരാരും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ആദ്യം നൽകിയിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചെന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. മൊസാദിന്റെ തലവനും നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങളെത്തിയത്. ട്രംപ് അധികാരമേൽക്കും മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാനാണ് ശ്രമിച്ചത്. ഇതിനിടെ ഗസ സിറ്റിയിലെ സല അൽദിൻ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു.